ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണനകൾ ലംഘിച്ച് എന്ന് വാർത്ത വരുന്നു. 20 കൊല്ലം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിക്കൊണ്ടാണ് ഷെറിന് അനുകൂലമായി ഈ ഫയൽ നീങ്ങിയത്. ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്കറിയില്ല. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും ആക്ഷേപം ഉയരുകയാണ്. നടപടികൾ സുതാര്യമെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇല്ലെന്നുമാണ് ജയിൽ ഉപദേശക സമിതി വിശദീകരിക്കുന്നത്. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന്റെ ജയിൽമോചനത്തിനുള്ള മന്ത്രിസഭാ ശുപാർശയ്ക്ക് അസാധാരണ വേഗം. 20 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചവരെയും പിന്തള്ളിയാണ് തീരുമാനം. 3 മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി. ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലും. താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു. നടപടികൾ സുതാര്യമെന്നും ബാഹ്യസമ്മർദ്ദങ്ങളില്ലെന്നും കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരള. 18 വർഷം 5 മാസം 24 ദിവസം ശിക്ഷ ഷെറിൻ അനുഭവിച്ചിട്ടുണ്ട്. ഉപദേശക സമിതി നല്ല നിലയിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ പരോളിൽ പോവുകയും പറഞ്ഞതിനനുസരിച്ച് തന്നെ കൃത്യമായി മടങ്ങിയെത്തുന്ന സമീപനം ഷെറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റ് ഒരു രീതിയിലുള്ള പരാതിയും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങനെ ഷെറിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടില്ല. ഷെറിനായി ഒരു മന്ത്രി ഇടപെട്ടെന്ന ആരോപണവും ജയിൽ ഉപദേശക സമിതി അംഗം MV സരള നിരാകരിച്ചു. ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല. മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാകൂ. അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷെറിന് നൽകിയിട്ടുള്ളൂ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം, കണ്ണൂർ.